ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഖില നോ വേണ്ട എന്ന് പറയുമ്പോൾ എങ്കിൽ കൽപ്പന അനുസരിക്ക്, എന്താ ഈ ചെക്ക് ലീഫിൽ ഒപ്പിട്, സൈൻ ഇറ്റ് എന്ന് പറഞ്ഞ് രാജേശ്വരി ചെക്ക് ലീഫ് അഖിലയ്ക്ക് നേരെ നീട്ടുന്നു. അഖില ചെക്ക് വാങ്ങുന്നു. എന്നിട്ട് ഒപ്പിടാൻ ഒരുങ്ങുന്നു. ഒപ്പിൽ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ നിന്റെ കൃഷ്ണേന്ദ്രനെ മാത്രമല്ല, നിന്റെ 2 മരുമക്കളും ഗർഭിണികളാണെന്നുള്ള കാര്യം മറക്കേണ്ട. ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയും അനന്തരാവകാശികളെ. അഖില അത് കേട്ട് ഞെട്ടുന്നു. എന്നാ നമുക്ക് ഇറങ്ങാം പ്രിയങ്കെ എന്ന് പറയുന്നു. അഖില നന്നായി ആലോചിച്ച് ഒപ്പിടട്ടെ. അതിനുശേഷം ടെസ്സയെ വിളിക്കുന്നു. അപ്പോൾ വേറൊരു ജോലിക്കാരി അവിടേക്ക് വരുന്നു. ടെസ്സ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോയി എന്ന് പറയുന്നു. ഗൺ ആ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് കീപ് ഇറ്റ് എന്ന് രാജേശ്വരി പറയുന്നു. എന്നിട്ട് പ്രിയങ്കയോട് പോകാം എന്ന് പറയുന്നു. അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് പുതിയ തൃച്ചംബരമാണ്. തൃച്ചംബരത്തെ സോപാനത്തിലിരുന്ന് അനിയൻകുട്ടൻ പഠിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജയന്തി വരുന്നു. ജയന്തി അനിയൻകുട്ടനോട് ദേഷ്യപ്പെടുന്നു. നീ ആരാടാ, കോലോത്തെ തമ്പുരാനോ? അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ, കാലുമേ കാലും കയറ്റി വെച്ച്. ഇത് കേട്ട് അനിയൻകുട്ടൻ കാല് താഴ്ത്തി വെക്കുന്നു. എന്താടാ, ഞാൻ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലേ? എന്താ ഇത്ര അഹങ്കാരം? അവന്റെ ഒരു പഠിത്തം എന്നും പറഞ്ഞ് അനിയൻകുട്ടന്റെ ബുക്ക് പിടിച്ചെടുത്ത് താഴേക്കെറിയുന്നു. എന്റെ ബുക്ക് എന്നും പറഞ്ഞ് അനിയൻകുട്ടൻ ചാടി എണീക്കുന്നു. നിന്റെ തന്തയെപ്പോലെ വളയം പിടിക്കാൻ അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, 8ാം ക്ലാസ് പാസ്സായാൽ മതി. അവന്റെ ഒരു പഠിത്തം എന്ന് ജയന്തി പറയുന്നു. പിന്നീട് അനിയൻകുട്ടൻ ആ ബുക്കുകൾ എടുക്കുന്നു. വീണ്ടും ജയന്തി അനിയൻകുട്ടനോട് ദേഷ്യപ്പെടുകയാണ്. നീ ആരാണെന്നാ നിന്റെ വിചാരം? പറഞ്ഞിട്ട് വല്ല കൂസലുണ്ടോന്ന് നോക്കിക്കേ തടിയന്. വല്ല ഔട്ട് ഹൗസിലോ കാലിത്തൊഴുത്തിലോ താമസിക്കേണ്ട ഒരുത്തൻ തറവാടിന്റെ ഉമ്മറത്ത് വന്ന് ഞെളിഞ്ഞിരിക്കുക. എന്തൊരു സുഖം! 3 നേരം മൃഷ്ടാന്ന ഭക്ഷണവും AC മുറിയും. തന്ത റോഡിൽ കിടന്ന് ചത്താലെന്താ? അതിന്റെ ഗുണം കിട്ടിയില്ലേ? എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ ചേച്ചി ഇവിടത്തെ കെട്ടിലമ്മയാണെന്നുള്ള ഭാവത്തിൽ എന്റെ അടുത്തെങ്ങാനും വന്നാൽ നിന്റെ തന്തയെപ്പോലെ റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. അത് കേട്ട് അനിയൻകുട്ടൻ തനിക്ക് നേരെ ചൂണ്ടിയ കൈ ജയന്തി തട്ടിക്കളയുന്നു. ദേ, ഇനി എന്റെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറയടാ എന്ന് പറയുന്നു. മുറ്റത്ത് നല്ല ചെടിച്ചട്ടി ഇരിപ്പുണ്ട്, എടുത്ത് ഞാൻ അടിച്ച് തലമണ്ട അടിച്ചു പൊട്ടിക്കും. നീ അത്രയ്ക്കായോടോ? പൊട്ടിക്കടാ, പൊട്ടിക്ക് നീ. അന്ന് ഔട്ട് ഹൗസിൽ വന്നപ്പോൾ നീ അന്ന് എന്നെ കട്ടയെടുത്ത് എറിയാൻ ശ്രമിച്ചതാ. ഇത് ഔട്ട് ഹൗസ് അല്ല, അത് നീ മറന്നുപോയി. ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് അനിയൻകുട്ടന്റെ ചെവി പിടിച്ച് തിരിക്കുന്നു. ദേ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, നിന്നെ ഞാൻ എന്നെ നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അനിയൻകുട്ടൻ നിലവിളിക്കുന്നുണ്ട്. ഇത് കല്യാണി കേട്ടുകൊണ്ടുവരുന്നു. എന്താ ഇവിടെ, വിട് അവനെ എന്നും പറഞ്ഞ് ജയന്തിയുടെ കൈ കല്യാണി തട്ടിമാറ്റുന്നു. ജയന്തിയോട് ദേ എന്റെ കൊച്ചിനെ തൊട്ടുപോകരുതെന്ന് പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് ജയന്തി അകത്തേക്ക് പോകുന്നു. എന്താ അനിയൻകുട്ടാന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് അവര് വന്ന് അച്ഛനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞത്. കല്യാണി പോട്ടെ മോനെ, എന്റെ ചെവിയൊക്കെ വേദനിക്കുന്നു ചേച്ചി. അപ്പോൾ കല്യാണി പറയുകയാണ്, നമ്മൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം. ഇവിടത്തെ രീതിക്ക് അനുസരിച്ച് നിൽക്കണം. അനിയൻകുട്ടൻ ചേച്ചിയോട് പറയുകയാണ്, നമുക്ക് ഔട്ട് ഹൗസിലേക്ക് തിരിച്ചു പോകാൻ ചേച്ചി. എനിക്കിവിടെ വയ്യ വഴക്കു കൂടാൻ. എല്ലാം ശരിയാകും. എന്റെ മോൻ സങ്കടപ്പെടല്ലേ. ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. എന്നിട്ട് കല്യാണി അനിയൻകുട്ടനോട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ വേറെ ആരും, വലിയ കുഞ്ഞ് ആരും ഒന്നും അറിയണ്ട. മോൻ അകത്ത് പോയിരുന്നു പഠിക്ക്. ചേച്ചി എന്നാലും അവർ അച്ഛനെ കുറിച്ച് എന്ന് പറയുമ്പോൾ കല്യാണി പറയുകയാണ്, അച്ഛനെ പോലെ ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കണം. അച്ഛനെ പോലെ നല്ല പേരെടുക്കണം. വാ, നിനക്ക് അകത്ത് പോയിരുന്നു പഠിക്കാൻ. ഞാൻ മോന് ചായ എടുക്കാം. റൂമിലാകുമ്പോൾ മോനെ ശല്യപ്പെടുത്താൻ ആരും വരില്ല എന്ന് പറഞ്ഞ് അനിയൻകുട്ടനെ കല്യാണി അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം വിഷമത്തോടെ കല്യാണി കണ്ണുനീർ തുടയ്ക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയെയും പ്രിയങ്കയും ഗംഗയുമാണ്. ഗംഗ പ്രിയങ്കയോട് പറയുന്നു, ഞാൻ വീണ്ടും ചോദിക്കുന്നത് അത് തന്നെയാണ്. ഒരു ആജന്മ ശത്രുവിനെ കയ്യിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? അഖിലാണ്ടേശ്വരിയെ അങ്ങ് കൊന്നൂടെ? ദേ, ഒരു കാര്യം കൂടി പറയാം. ഇതാണ് ഏറ്റവും പറ്റിയ അവസരം. കൊന്ന് ഏതെങ്കിലും കൊക്കയിൽ എറിഞ്ഞാൽ പോലും ആരും തിരക്കി വരില്ല. കാരണം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി ഒരാളുണ്ടല്ലോ. ഇത്രയും അനുയോജ്യമായ ഒരു സാഹചര്യം ഇനി കിട്ടണമെന്നില്ല. അതിന് മറുപടിയായി രാജേശ്വരി പറയുകയാണ്, ഗംഗേ, നീ പറഞ്ഞൊരു കാര്യം ശരി തന്നെ. അഖിലാണ്ടേശ്വരി കൊല്ലപ്പെട്ടാൽ ഞാൻ തൃച്ചംബരത്തുള്ളിടത്തോളം കാലം ഉടനടി ഒരു അന്വേഷണം ഒന്നും വരില്ല. അപ്പോൾ പ്രിയങ്ക പറയുകയാണ്, ഇല്ല ആന്റി, കൊല്ലാറായിട്ടില്ല. അങ്ങനെ കൊന്നാൽ തൃച്ചംബരത്തെ പല നിലവറകളും ഈ രാജരാജേശ്വരിക്ക് അന്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒപ്പിടാൻ ഉപകരിച്ചത്. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, കുറെ കാലം അഖില പൂമുഖത്ത് വേണം, ഒരു താക്കോലായി. തൃച്ചംബരത്തെ നിധി ഒളിപ്പിച്ചിരിക്കുന്ന നിലവറക തുറക്കാനുള്ള താക്കോലായി. ഒരു തരത്തിൽ പറഞ്ഞാൽ മണിച്ചിത്രത്താഴ്.
എല്ലാം കഴിഞ്ഞ് വീരോചിതമായി നമുക്ക് അഖിലയെ യാത്രയേക്കാം. വാ പ്രിയങ്കെ, നീ എന്നെ ആ സർവീസ് സെന്റർ വരെ ആക്കണം. ശരി ആന്റി, ഗംഗെ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ 3 പേരും അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസ് ആണ്. ഔട്ട് ഹൗസിൽ അമ്മയുടെ ഫോട്ടോ നോക്കി കല്യാണി സങ്കടം പറയുകയാണ്. അമ്മേ, ആ വീട്ടിൽ എനിക്ക് ശ്വാസം മുട്ടുവാണ്. അല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ കൂടെയില്ല എന്നുള്ള സത്യം പലപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഓർക്കാൻ കൂടി വയ്യ. ഇപ്പോൾ അച്ഛനോടുള്ള കടപ്പാടിന്റെ പേരിലാണെങ്കിലും തൃച്ചംബരത്തെ മൂത്ത മരുമകളായി എന്നെ അംഗീകരിച്ചു. അഖില മാഡം ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇഷ്ടം ഉണ്ടായിട്ടല്ല, ബോധ്യപ്പെടുത്തലുടെ ഭാഗമായിട്ടാണെങ്കിലും എനിക്ക് വലിയ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ഒരർത്ഥത്തിൽ അതാണ് ശരി. വലിയ കുഞ്ഞിന്റെ കുഞ്ഞു പിറക്കേണ്ടത് ആ വീട്ടിൽ തന്നെയാണ്. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് മാത്രമേ വിലക്കുള്ളൂ, കുഞ്ഞിന് വിലക്കില്ല. അഖില മേഡത്തിന് ഇപ്പോൾ എന്നോട് ഒത്തിരി ഇഷ്ടമാണ്. മരുമകളോടുള്ള ഇഷ്ടത്തേക്കാൾ ഒരു മകളോടുള്ള വാത്സല്യമാണ് ഇപ്പോൾ എന്നോട് കാണിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ പകരമായിട്ട് എനിക്ക് എന്റെ അച്ഛന്റെ ജീവനാണ് കൊടുക്കേണ്ടി വന്നത് എന്നോർക്കുമ്പോൾ എന്നും ഇവിടെ വന്ന് അമ്മയ്ക്കും അച്ഛനും ഒരു തിരി തെളിയിക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൃച്ചംബരത്തല്ലല്ലോ താമസം, ഒരുപാട് ദൂരെയാണ്. എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ വരും. അമ്മേ, സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പോഴും ഞാനത് ആരെയും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കും. അനിയൻകുട്ടൻ കണ്ടാൽ അവൻ തകർന്നു പോയാലോ? അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അച്ഛനെ കിട്ടിയല്ലോ കൂട്ടിന്. എന്റെ അനിയൻകുട്ടനാണ് ആരും ഇല്ലാതായി പോയത്. പിന്നീട് കാണിക്കുന്നത് പുതിയ തൃച്ചംബരമാണ്. തൃച്ചംബരത്ത് അരവിന്ദും നന്ദനയും ആനന്ദും വിലാസിനിയും ഡോക്ടറും കൂടി ഇരിക്കുന്നു. ഡോക്ടർ പറയുകയാണ്, +2 സർട്ടിഫിക്കറ്റുമായി ഒരു ജോലി ചോദിച്ചു ചെന്നതാണ് ഞാൻ തൃച്ചംബരത്ത്. ആനന്ദ് സാറിന് ഓർമ്മയുണ്ടല്ലോ? ഓ യെസ് എന്ന് ആനന്ദ് പറയുന്നു. അപ്പോഴാണ് അഖില മാഡം എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി പരിശോധിച്ചിട്ട് ചോദിച്ചത്, ഫുൾ മാർക്കുണ്ടല്ലോ, തുടർന്ന് പഠിച്ചൂടെ, ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന്. അത് അവസാനിച്ചത് MD-യിലാണ്. MBBS-ന് എവിടെയായിരുന്നു എന്ന് നന്ദന ചോദിക്കുമ്പോൾ US-ലായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോ അമ്മ കാരണം നാടിന് മിടുക്കിയായ ഡോക്ടറെ കിട്ടി എന്ന് പറയാമല്ലോ എന്ന് അരവിന്ദ് പറയുമ്പോൾ അതെ എന്ന് ആനന്ദ് പറയുന്നു. അപ്പോൾ വിലാസിനി മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ, വല്ലാത്തൊരു മഹാമനസ്കത. കണ്ട ആപ്പയും മൂപ്പയും എനിക്ക് കൂടി അവകാശപ്പെട്ട പണം കൊണ്ട് പഠിപ്പിച്ച് ഡോക്ടർ ആക്കിയിരുന്നത് വലിയ അന്തസ്സല്ലേ. അപ്പോഴേക്കും രാജേശ്വരി വരുന്നു. ആഹാ, അമ്മ എത്തിയല്ലോ എന്ന് അരവിന്ദ് പറയുന്നു. രാജേശ്വരി അവിടേക്ക് വരുമ്പോൾ ഡോക്ടർ അഖിലയുടെ കാൽ തൊട്ട് വന്ദിക്കുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുന്നു, ആനന്ദ്, വാട്ട് ഈസ് ദിസ്? എന്താ, അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ആനന്ദ് ചോദിക്കുന്നു. അപ്പോൾ വിലാസിനി പറയുകയാണ്, ചേച്ചിയുടെ ഔദാര്യം കൊണ്ട് പഠിച്ച് ഡോക്ടറായ വൈഗയാണിത്, വൈഗ വിശ്വനാഥ്. അപ്പോൾ രാജേശ്വരി വിചാരിക്കുകയാണ്, ഈശ്വര, അബദ്ധം പറ്റിയല്ലോ. എന്നിട്ട് പറയുന്നു, അതെനിക്ക് മനസ്സിലായി. ഡ്യൂട്ടി സമയത്ത് എന്താ ഇവിടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഒരു രോഗിയും ഡോക്ടറെ കാത്ത് മുഷിയാൻ പാടില്ല. അപ്പോൾ വൈഗ പറയുകയാണ്, അഖില മാഡത്തിന് ആഴ്ചതോറും MRI സ്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അതെടുക്കണമെന്ന് ആനന്ദ് സാർ പറഞ്ഞതനുസരിച്ച് മാഡത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ആനന്ദ് അപ്പോൾ സംശയത്തോടെ രാജേശ്വരിയെ നോക്കിയാണ്. രാജേശ്വരി പോവുകയാണ്. അത് അന്ന് കാണിച്ച ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടത്, അത് ഞാൻ പൊയ്ക്കോളാം, വൈഗ പൊക്കോ എന്ന് പറയുന്നു. മാഡം, ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ മാഡത്തിന് സ്കാൻ ചെയ്ത് നോക്കണമെന്നാണ്. ഇന്ന് 12 മണി മുതൽ എനിക്ക് തിയേറ്റർ ഡ്യൂട്ടിയാണ്. അതിനു മുന്നേ മാഡത്തിനെ കൂട്ടിക്കൊണ്ടുപോയി സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് വരാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. രാജേശ്വരി പറയാണ്, സാരമില്ല, വൈഗയുടെ മറ്റ് ജോലികളൊക്കെ നടക്കട്ടെ, ഞാൻ പൊയ്ക്കോളാം. മാഡത്തിന്റെ ഇന്നത്തെ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയിട്ട് വേണം ഡോക്ടർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ആനന്ദ് സാർ, ഇന്ന് തന്നെ മാഡത്തിനെ സ്കാൻ ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഷുവർ എന്ന് ആനന്ദ് പറയുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് വൈഗ പറയുന്നു. വീണ്ടും അഖിലാണ്ടേശ്വരിയുടെ കാൽ തൊട്ട് വന്ദിച്ചിട്ട് വൈഗ ഇറങ്ങുന്നു. ആന്റി എവിടെ പോയിരുന്നു എന്ന് നന്ദന ചോദിക്കുമ്പോൾ അത് ഞാൻ ഒന്ന് ഗുരുജിയുടെ അവിടെ വരെ പോയിരുന്നു എന്ന് രാജേശ്വരി മറുപടി പറയുന്നു. അമ്മേ, സ്കാനിങ്ങിന് പോകണം, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അരവിന്ദ് പറയുന്നു. ചേച്ചി, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ചേച്ചിയുടെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം എന്ന് വിലാസിനി പറയുമ്പോൾ പോകാം എന്ന് പറഞ്ഞ് രാജേശ്വരി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം വിലാസിനി ആനന്ദിനെ ഒരു പുച്ഛഭാഗത്തിൽ നോക്കുന്നു. ആനന്ദും അതുപോലെ തന്നെ നോക്കുകയാണ്. വിലാസിനി അവിടെ നിന്നും പോകുന്നു. പിന്നീട് അരവിന്ദ് നന്ദനയോട് പറയുന്നു, അമ്മയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ആനന്ദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഗുരുജിയാണല്ലോ എന്നും പറഞ്ഞ് ആനന്ദ് നമസ്കാരം പറയുന്നു. ഞാൻ അഖിലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്ക് അഖിലയെ ഒന്ന് കാണണം എന്ന് ഗുരുജി പറയുന്നു. അമ്മ ഇപ്പോൾ അവിടെ വന്നില്ലായിരുന്നോ ഗുരുജി എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ഗുരുജി പറയുന്നു, ഇല്ല, ഇവിടെ വന്നില്ല, ഞാൻ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ആനന്ദ് പറയാണ്, ശരി ഗുരുജി, ഞാൻ അമ്മയോട് പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്തു പറ്റി എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ആനന്ദ് പറയുകയാണ്, അമ്മ അല്പം മുമ്പ് ഗുരുജിയെ കാണാൻ പോയി എന്നല്ലേ നമ്മളോട് പറഞ്ഞത്.
അമ്മ അവിടെ ചെന്നിട്ടില്ല എന്ന് ഗുരുജി പറയുന്നു. അഖിലാന്റി കള്ളം പറയുമോ എന്ന് നന്ദന് ചോദിക്കുന്നു. അതാ എനിക്കും മനസ്സിലാകാത്തത്. അമ്മ ജീവിതത്തിൽ ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല, അത് എനിക്ക് അറിവുമില്ല എന്ന് ആനന്ദ് പറയുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ, ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാം കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ നിൽക്കുമ്പോൾ കല്യാണി അവിടേക്ക് ഒരു ഓട്ടോയിൽ വരുന്നു. എന്നിട്ട് അകത്തേക്ക് വരുന്ന കല്യാണിയോട് ആനന്ദ് ചോദിക്കുന്നു, നീ എവിടെ പോയിരുന്നു? ആ ചോദ്യത്തിന് മറുപടി പറയാതെ, ഒന്നും മിണ്ടാതെ കല്യാണി അകത്തേക്ക് പോകുന്നു. തുടർന്ന് ആനന്ദും അകത്തേക്ക് പോകുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്